2024 ജൂലൈ 30 ചൂരൽമല മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. തകർന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാന്നുള്ള ഒരു ഇതില്ല, അതിൽ തന്നെ പോയാൽ മതി എന്നായിപ്പോയി. അപ്പോഴാണ് നമ്മൾ രണ്ട് പശുവിനെ നമുക്ക് തന്നത്. പിന്നെ പീപ്പിൾ ഫണ്ടിൻ്റെ അവിടെ വരുന്നതിൻ്റെ എന്തെങ്കിലും കിട്ടും, സഹായിക്കും എന്നൊക്കെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു. നമ്മൾ പറഞ്ഞതിന് നല്ലൊരു ഇതാണ് തന്നത്. എന്താ പറഞ്ഞില്ലേ, അത് മറക്കാൻ പറ്റില്ല. ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ മേപ്പാടിയിലാണ് വന്ന് വാടക വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ പീപ്പിൾ ഫൗണ്ടേഷൻകാരെ സമീപിച്ച് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അവരുടെ സഹായത്താൽ ഒരു പെട്ടിക്കട ഉണ്ടാക്കാനുള്ള സാമ്പത്തികം അവർ നൽകി. അത് പ്രകാരം അത് ചെയ്ത് ഇനി ഡെവലപ്പ് ചെയ്യണം, പ്രതീക്ഷയുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ സജീവതയിലേക്ക് കൊണ്ടുവരുന്നതിനായി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചതാണ് എറേസ് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ സമഗ്ര പുനരധിവാസ പദ്ധതി. ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം പീപ്പിൾ ഫൗണ്ടേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ മേഖലയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളെ സഹായത്തിന് വേണ്ടി ഇവരൊന്ന് വിളിച്ചിരുന്നു പീപ്പിൾ ഫൗണ്ടേഷൻ. ആ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പോയിട്ട് എനിക്ക് ജീപ്പ് 900 കണ്ടിയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ എനിക്ക് ജീപ്പ് വാങ്ങിക്കാനുള്ള സാമ്പത്തികം തന്നത്. ഭവനം, തൊഴിൽ, ഉപജീവനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരന്ത നിവാരണം, ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുനരധിവാസ പദ്ധതി. പീപ്പിൾസ് ഫൗണ്ടേഷനും ജമാഅത്ത് ഇസ്ലാമി അവരൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ കുറച്ച് സഹായം കൊണ്ട്, എല്ലാം കൊണ്ട് നമ്മളെ സഹായം കൊണ്ട് ആയിട്ടില്ല, പക്ഷേ എങ്കിലും അവരെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുനരധിവാസ പദ്ധതിയിലെ പ്രധാനപ്പെട്ട 2 പ്രൊജക്ടുകളാണ് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും കച്ചവട സ്ഥാപനങ്ങളുടെ പുനഃസ്ഥാപനവും സ്വയം തൊഴിൽ പദ്ധതിയും. പീപ്പിൾ ഫൗണ്ടേഷനെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്, എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിപാടി. അവർ തന്ന പൈസയ്ക്കാണ് ഞാൻ അഡ്വാൻസ് കൊടുത്തത് അവർക്ക്. ഉരുൾ ദുരന്തത്തെ തുടർന്ന് ഇല്ലാതായ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും കച്ചവട സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും മറ്റു ഉപജീവന മാർഗങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിനുമായി 1.5 കോടി രൂപയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചിലവഴിച്ചത്. പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്ത് ഹെൽപ്പാണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് ഒരു വഴിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു. മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, സ്റ്റേഷനറി, കെ സ്റ്റോർ, ഹോട്ടൽ, ബേക്കറി, പച്ചക്കറി, ചിക്കൻ സ്റ്റാൾ, ടെക്സ്റ്റൈൽസ്, ബാർബർ ഷോപ്പ്, ട്രാവൽസ്, സ്റ്റുഡിയോ എന്നിങ്ങനെ 43 കച്ചവട സ്ഥാപനങ്ങളും 10 ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പ്, ലാബ്, മെഡിക്കൽ ഷോപ്പ്, അക്ഷയ സെന്റർ എന്നിങ്ങനെ 14 സ്ഥാപനങ്ങളും 2 വാഹനങ്ങളും 10 തൊഴിൽ ഉപജീവന മാർഗങ്ങളും ഉൾപ്പെടെ 77 സംരംഭങ്ങളുടെ പുനഃസ്ഥാപനത്തിന് പീപ്പിൾസ് ഫൗണ്ടേഷൻ സഹായം നൽകി. പീപ്പിൾ ഫൗണ്ടേഷൻ ഇങ്ങനെ അവിടെ ഒരു ഓഫീസ് ഉണ്ടെന്നോ ഇങ്ങനെ നമുക്കുള്ളത് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് വൈകിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി അപേക്ഷ കൊടുത്തു. അവർ വേണ്ട ഹെൽപ്പൊക്കെ അവർ ചെയ്തു തന്നു. പിന്നെ ക്യാഷ് തന്നു. ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഉപജീവനത്തിന് അത്താണിയാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 100 സ്വയം തൊഴിൽ പദ്ധതിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ വിഭാവനം ചെയ്യുന്നത്. 30ഓളം സംരംഭങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്വയം തൊഴിൽ പദ്ധതിക്കായി 2 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 25 വീടും കമ്മ്യൂണിറ്റി സെന്ററും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയും ഉൾപ്പെടെ എറേസ് മേപ്പാടി പ്രൊജക്ട് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മേപ്പാടി തൃക്കൈപ്പറ്റയിൽ പുരോഗമിക്കുന്നു. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ ഏർലി വാർണിംഗ് സെന്ററിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. പെൻഷൻ, ആരോഗ്യം, വിദ്യാഭ്യാസ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലും വിവിധ പ്രവർത്തനങ്ങളും നിർവഹിച്ചു വരുന്നു. ചൂരൽമല മുണ്ടക്കൈ അതിജീവിതരെ ജീവിതത്തിന്റെ സജീവതയിലേക്ക് കൊണ്ടുവരാനുള്ള പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഉദ്യമത്തിൽ നമുക്കും പങ്കാളികളാകാം.